ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ബോഡി വെയിറ്റ് ഉള്ള ആളുകൾക്ക്, ഒരുപാട് വയറ് തൂങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വർക്കൗട്ടുകൾ ആപ്സിൻ്റേത് ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് കൊക്കോൺ ക്രഞ്ച് ആണ്. ഈ ഒരു രീതിയിൽ നിലത്ത് കിടക്കുക. അതിനുശേഷം നമ്മുടെ കാൽമുട്ടുകൾ ഇതേപോലെ ബെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം ചെസ്റ്റിന് നേരെ കൊണ്ടുവരിക. അതിനുശേഷം ഇതേപോലെ നിലത്തേക്ക് മുട്ടിക്കുക. ഇത് സെയിം വർക്കൗട്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, താഴ്ത്തുന്ന സമയത്ത് ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ അപ്പർ ചെസ്റ്റ് കുറച്ച് ഉയർത്തി വേണം വെക്കാനായിട്ട്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ക്രഞ്ച് ഹോൾഡ് നീ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കൗട്ടാണ്. നമ്മൾ ആദ്യം ചെയ്ത വർക്കൗട്ടിൻ്റെ സമാനമായ രീതിയിൽ തന്നെയാണ് കിടക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ കാൽമുട്ടുകൾ ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഒരു മുട്ട് ഇതേപോലെ നിവർത്തി കൊടുക്കുക. ആപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു രീതിയിൽ 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ഇരു കാലുകൾക്കും ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ വയറിലെ പേശികളെ കൂടുതൽ ആക്ടിവേറ്റ് ആക്കാനും അതേപോലെ തന്നെ സ്ട്രോങ് ആക്കാനും സഹായിക്കുന്ന നല്ലൊരു വർക്കൗട്ടാണിത്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് AB ടക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഇതേപോലെ ഉയർത്തി നിർത്തുക. അതിനുശേഷം ഇതേപോലെ മുട്ടുകളും അടക്കി ഈ ഒരു രീതിയിൽ മൂവ് ചെയ്ത് കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കാൽമുട്ടുകൾ നിങ്ങളുടെ ചെസ്റ്റിന് നേരെ വരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. അതേപോലെ തന്നെ തിരിച്ചു വിടുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് കുറച്ച് പ്രയാസകരമായിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. റിവേഴ്സ് പ്ലാങ്ക് നീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വർക്കൗട്ടാണ്. ഈ ഒരു രീതി വേണം നിൽക്കാനായിട്ട്. നിങ്ങളുടെ കൈകൾ ഇതേപോലെ നിലത്ത് കുത്തിവെക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ കാലുകൾ മൂവ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ആപ്സ് ടൈറ്റ് ചെയ്ത് യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വീഡിയോസിൽ പലപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് റിവേഴ്സ് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ കാൽമുട്ടുകൾ ബെൻഡ് ചെയ്ത് ഇതേപോലെ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ ബെൻഡ് ചെയ്ത് നിവർത്തി കൊടുക്കുക. 15 റെപ്സ് വെച്ചിട്ട് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആപ്സ് മാക്സിമം ടൈറ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം നിങ്ങൾക്ക് റിവേഴ്സ് പ്ലാങ്ക് കൂടി ചെയ്യാവുന്നതാണ്. വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കും മിസ്സാകുന്ന ഒരു വർക്കൗട്ടാണ് റിവേഴ്സ് പ്ലാങ്ക്. റിവേഴ്സ് പ്ലാങ്ക് ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. റിവേഴ്സ് പ്ലാങ്കിലൂടെ നിങ്ങളുടെ ആപ്സ് മസിൽസിനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ കൊഴുപ്പിനെ അകറ്റാനും സഹായകരമായിട്ടുള്ള വർക്കൗട്ടാണിത്. ഇത് 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ടൈം ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് കാർഡിയോ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും എപ്പോഴും കാർഡിയോ ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാർഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ സ്റ്റെപ്പർ വീട്ടിലുണ്ടെങ്കിൽ സ്റ്റെപ്പർ ഉപയോഗിച്ച് ഈ കാർഡിയോസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, അതേപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്ന പുരുഷന്മാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുന്നത് വളരെ സർവ്വസാധാരണമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് എപ്പോൾ ടൈം കിട്ടുന്നോ ആ ഒരു ടൈമിൽ നിങ്ങൾക്കൊരു 3/4 മണിക്കൂറെങ്കിലും വർക്കൗട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ഉചിതമായിരിക്കും. ഈ വർക്കൗട്ടുകളൊക്കെ തന്നെ നിങ്ങളുടെ ശരീര സൗന്ദര്യം നിലനിർത്താനും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും ഒക്കെ സഹായകരമായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.